നോക്കിക്കേ, ഈ രാജഭൃത്യന്റെ കുടുംബം ഒറ്റ അത്ഭുതം കണ്ടു. താനും തൻ്റെ കുടുംബവും ഈ മിശിഹ ക്രിസ്തുവിൽ വിശ്വസിച്ചു. വിശ്വസിക്കാൻ വേണ്ടിയാ അത്ഭുതം. ഒന്ന്, അത്ഭുതം സ്വീകരിച്ച വ്യക്തി വിശ്വസിക്കുന്നു. രണ്ട്, ഇത് കണ്ടു നിന്നവർ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിൽ അവൻ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നവനിലേക്ക് ദൈവം നിത്യജീവനെ പ്രദാനം ചെയ്യുന്നു. ദൈവിക ജീവൻ ലഭിച്ചവർ ആത്മിക മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തോട് കൂട്ടായ്മ പങ്കിടുന്നു. എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ സന്തോഷമാണ്. നാം നമ്മെ ഒന്ന് ഇന്ന് പകലൊന്ന് ശോധന ചെയ്തിട്ട്, കർത്താവേ ഹല്ലേലൂയ, ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് നൽകി. ഇനി ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓ റൈറ്റാകാബ ശാന്തനിയ, ഇന്ന് പകലിൽ നമുക്കൊന്ന് പറയാം, കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ഒത്തിരി അത്ഭുതങ്ങൾ തന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങളെ ഉയർത്തി എന്നിട്ട് പറയാം, കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ തന്നു. ഞങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടായി, പൈശാചിക വിടുതലുകളോ പൈശാചിക ശക്തികളിൽ നിന്നുള്ള വിടുതലുകൾ ഉണ്ടായി. പിശാച് ദണ്ഡിപ്പിച്ച ദണ്ഡനങ്ങളിൽ നിന്നുള്ള വിടുതലുകൾ ഉണ്ടായി. ഞങ്ങൾ അത്ഭുതങ്ങൾ കണ്ടവരാണ്. ഞങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ കണ്ടതാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കണ്ടതാണ്. ഓ ഹല്ലേലൂയ, ഞങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ ഒന്നുകൂടെ ആഴത്തിൽ അങ്ങിൽ വിശ്വസിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ നൽകിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, കർത്താവ് സൗഖ്യമാക്കണമെന്ന്. പക്ഷേ 10 കുഷ്ഠരോഗികളോട് യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രോഗത്തെ നിങ്ങളെ തന്നെ പുരോഹിതനെ ചെന്ന് കാണിപ്പിക്കാൻ. അവർ നടന്നു പോകുന്ന വേളയിൽ 10 പേരും സൗഖ്യമായി. പക്ഷെ അതിലെ ഒരുവൻ മാത്രമാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ട് യേശുവിനോട് നന്ദി പറഞ്ഞത്. അത്ഭുതങ്ങൾ നമുക്ക് സ്വാഭാവികമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നു. പക്ഷെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് കർത്താവിന് നന്ദി പറയാനും ആഴത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഒന്നുകൂടെ യേശുവിനെ രുചിക്കുവാനും എത്ര പേർക്ക് കഴിയുന്നുണ്ട്?